തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 13-നേക്കാൾ കൂടുതൽ ഒരു നമ്പറാണ് കാണാതെയായവരുടെ ലിസ്റ്റ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. 21 പേരെ കാണാനില്ലെന്നാണ് പോലീസിൽ പരാതി വന്നിരിക്കുന്നത്. 13 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ബന്ധുക്കൾക്ക് കൊടുക്കാനും തിരിച്ചറിയുന്നതിനുമെല്ലാം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പോലീസും വളരെയധികം, റവന്യൂ അധികൃതരും വളരെയധികം ശ്രദ്ധിച്ചു. അതിന് വളരെയധികം അവരോട് നന്ദിയുണ്ട്. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമ്മുടെ കടമയും നമ്മുടെ കടപ്പാടും വെളിപ്പെടുത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ജനപ്രതിനിധികളുടെ കാര്യത്തിലാണെങ്കിലും രാജ്യത്തെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും അവര് അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. ഇപ്പം നമ്മൾ ഏറ്റിരിക്കുന്ന ചികിത്സ കഴിയുന്നവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഔട്ട് പേഷ്യൻസ് ആയിട്ട് കിട്ടിയ കണക്കനുസരിച്ച് 1039 പേര്, ഇൻ പേഷ്യന്റ് ആയിട്ട് ആശുപത്രി കഴിയുന്നവർ 351 പേര്. അതില് ഗുരുതരമായ പരിക്ക് പറ്റിയ ഇവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊല്ലത്തെ മെഡിസിറ്റിയിലുമാണ്. മെഡിസിറ്റിയിൽ 20 പേര്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 7 പേരും ആണ് ഗുരുതരമായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഡോക്ടർമാരുടെ എല്ലാം സേവന രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ നിന്ന് വന്നിട്ടുള്ള വിദഗ്ധരായ ഡോക്ടർ, അതുപോലെ മിലിറ്ററി, നേവി, എയർഫോഴ്സ് അവിടുന്ന് അയച്ച ഡോക്ടർമാരുടെയൊക്കെ സേവനങ്ങൾ കിട്ടി. അവര് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ എല്ലാ ഹോസ്പിറ്റലുകളിലും അവർ പോയി പരിശോധിക്കുകയും അവരുടെ വിദഗ്ധ അഭിപ്രായം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് 4 ഡോക്ടേഴ്സ്, കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ നിന്ന് 6 ഡോക്ടേഴ്സ്, മനോഹർ ലോഹിയായി നിന്നും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഡോക്ടേഴ്സ്, സഫ്ദർജംഗ് ഹോസ്പിറ്റൽ, അതൊക്കെ പ്രൈം മിനിസ്റ്ററുടെ നിർദ്ദേശാനുസരണം വന്നിട്ടുള്ള ഡോക്ടർമാരാണ്. അവരെല്ലാം പരിശോധിച്ചു. നമ്മൾ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കാനാണ് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി പൊതുവെ തൃപ്തികരമാണ്. ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സൗകര്യങ്ങളും പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇന്നും ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, അത് സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇന്നലെ തന്നെ 20 കോടി രൂപ അനുവദിച്ചു. 10 കോടി രൂപ കണ്ണൂർ കളക്ടർക്കാണ് കൊല്ലം കളക്ടർക്കാണ് അനുവദിച്ചിരിക്കുന്നത്. ബാക്കി ഇതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എല്ലാം സൗജന്യമാണ്. അത് വ്യക്തമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായ ഒരു വാർത്ത ഇന്നലെ വന്നിരുന്നു. അപ്പോൾ തന്നെ അത് ഇടപെട്ടു. അത് ഇങ്ങനെയുള്ള ഇതിൽ പരിക്ക് പറ്റിയതാണ് എന്ന് ഹോസ്പിറ്റലുകാരോട് പറയാതിരുന്നുകൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ ആരെങ്കിലും രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ രൂപ ഗവൺമെന്റിൽ നിന്ന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് വന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ പരിക്ക് പറ്റിയതാണെന്ന് അവിടെ പറഞ്ഞില്ല. അതുകൊണ്ട് അവര് ഈടാക്കിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ അത് ഗവൺമെന്റ് തന്നെ അത് റീഇംബേഴ്സ് ചെയ്യും. ഇതായിട്ടുള്ളതാണ്. ഇന്നിപ്പം ഇതുപോലുള്ള വെടികെട്ടുകൾ
ഇത് തുടരണോ അതിനെ സംബന്ധിച്ചൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ ഇന്ന് ഈ കാര്യം എടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ആലോചിച്ച് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് 14-ാം തീയതി 2 മണിക്ക് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് മീറ്റിംഗ്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട സീനിയർ ഉദ്യോഗസ്ഥന്മാർ, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥര് ഉണ്ടായിരിക്കും. പിന്നെ ആഭ്യന്തരമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ഉണ്ടാകും. പിന്നെ ഇത് സംബന്ധിച്ച് പിന്നെ ഹോസ്പിറ്റൽസിലെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ നാളത്തെ ക്യാബിനറ്റിൽ റിപ്പോർട്ട് തരാൻ ഹെൽത്ത് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. അതുപോലെ കൊല്ലത്ത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2 കുട്ടികൾ, കിഷോർ ആൻഡ് കൃഷ്ണ, വിദ്യാർത്ഥികളാണ്. അവരുടെ അച്ഛൻ ബെൻസിയും അമ്മ ഗിരിജയും മരിച്ചു. അവർക്ക് പിന്നെ വേറെ ആരും പിന്നെ അടുത്ത ആയിട്ടില്ല. അപ്പം ആ കുട്ടികളുടെ സംരക്ഷണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് തരാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളത്തെ ക്യാബിനറ്റ് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്ത് തുടർന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ 10 കോടി രൂപ ഇന്നലെ തന്നെ ഇപ്പം ഞായറാഴ്ച വെളുപ്പിനെയാണ് സംഭവം നടക്കുന്നത്. തിങ്കളാഴ്ച 20 കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഗവൺമെന്റ് നീക്കിവെച്ചു. 10 കോടി രൂപ ജില്ലാ കളക്ടർക്ക് ഇന്നലെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ നഷ്ടപരിഹാരത്തിനൊന്നും ഇല്ല. പിന്നെ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഞായറാഴ്ച കേന്ദ്രീകരിച്ചിരുന്നത് മുഴുവൻ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയും അവരെ ആശുപത്രിയിൽ എത്തിക്കാനും ബെറ്റർ ചികിത്സയ്ക്കും വേണ്ടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചത് മൃതദേഹങ്ങൾ തിരിച്ചറിയാനും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ അവർക്ക് ലഭ്യമാക്കാനുമാണ്. സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള തീരുമാനം ഞായറാഴ്ച തന്നെ എടുത്തു. ഇന്നലെ തന്നെ അതിന്റെ ഫണ്ട് ഉപയോഗിച്ചു. ഇനിയിപ്പോൾ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് ചിലത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും, ചിലത് അതിന്റെ അവകാശികളെയൊക്കെ കണ്ടെത്തി കൊടുക്കേണ്ട കേസുകളൊക്കെ ആണെങ്കിൽ അല്പം താമസിച്ചിരിക്കും. ഏതായിരുന്നാലും ഇന്നലെ തന്നെ രൂപ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇതായിട്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അതിന്റെ കമ്മീഷനെ തീരുമാനിച്ചു. അതുപോലെ തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്തു. ക്രൈംബ്രാഞ്ചിന്റെ ADGP ആ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കാനും പറഞ്ഞിട്ടുണ്ട്. നമ്മള് പിന്നെ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നയപരമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ടാണ് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ആ മീറ്റിംഗിലെ അഭിപ്രായ ഗതി അനുസരിച്ച് മറ്റ് കാര്യങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. Dr. Manish Singha from All India Institute of Medical Science. He heads the team of doctors who come from All India Institute of Medical Science. He would like to say something. So we are a team not only from AIIMS but from RML and Subsidiary Hospital also, and some of us came along with the PM in the plane itself with him. And I must say, we were on the first day at Kollam and we saw patients at both the hospitals. And now since yesterday we are in Trivandrum. And I must say that all the government and private institutions regarding the healthcare facilities rose to the occasion. And they provided the best care in the first 24 hours, whatever could be provided at their place. And there were few issues due to the ICU, and we all sat together and we have now decongested
patients, so that there is less infection with burns patients. And I requested our union minister to send two more doctors for intensive care in ICU, and they have agreed, and 2 more will join us. And we are here to provide the maximum help to the local hospital authorities, which are already doing an excellent job. So wherever we are needed, we help them with that, and I think we are here to contribute maximum what we can. Thank you. അതുപോലെ 8-ാം തീയതി തന്നെ വെടിക്കെട്ടിന് യോജിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ കളക്ടർ ഒരു ഉത്തരവ് നൽകിയിരുന്നു. അത് പോലീസ് നടപ്പാക്കില്ല എന്നാണ് കൊല്ലം ജില്ലാ കളക്ടർ പറയുന്നത്. അതിൽ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഈ മീറ്റിംഗ് കൂടിയത്. ഇവിടെ നിങ്ങളും കണ്ടു കാണുമായിരിക്കും, വളരെ ഗുരുതരമായ രീതിയിൽ കിടക്കുന്ന രോഗികളുടെ അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അതിനാണ് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി തന്നെ ഡോക്ടേഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഡോക്ടേഴ്സ് വന്നു, ഇനിയും വീണ്ടും വരാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നാളെ ക്യാബിനറ്റ് ഉണ്ട്. ക്യാബിനറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം പറയാം. നമ്മളിപ്പം നമ്മുടെ മുഴുവൻ കോൺസെൻട്രേഷൻ ഇപ്പം ഞങ്ങൾ ഇന്ന് തന്നെ പല തീരുമാനങ്ങൾ, പല നിർദ്ദേശങ്ങൾ വന്നു. അതൊക്കെ നാളത്തെ ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാൻ ബന്ധപ്പെട്ട സെക്രട്ടറിമാരോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു അവസരമാണ്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സമയമുണ്ട്, ആ സമയത്ത് അതൊക്കെ ചർച്ച ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അതെ, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിപ്പം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഒരു സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ ആലോചിക്കും. അതാണ് സംഗതി. better treatment to other states? Is there any need for moving any of the patients to other states? Tamil Nadu, No. And the Prime Minister has promised that if anybody is serious and they want a better treatment outside the state, and if they are shifted to other place, if fit for shifting them to other states, the Prime Minister himself offered and to Bombay and Delhi, but we discussed, and at this stage no case is there. Movement is possible. Expert teams are examining every patient, and we are taking their opinion, their advice. Okay. അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു. 27 പേർ ഗുരുതരാവസ്ഥയിലുണ്ട്. 13 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാനുണ്ട്. 20 കോടി രൂപയുടെ അടിയന്തര ദുരിതാശ്വാസം എത്തിക്കുമെന്നും സർവകക്ഷി യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രി അവലോകന യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.